ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിയറ്റ്നാമിലെ ഹാനോയിൽ നിന്നും ഹാലോങ് ബേയിലേക്കുള്ളൊരു ട്രിപ്പ് ബുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ രാവിലെ 8 മണിയാകുമ്പോൾ ഒരു ഹോട്ടൽ പിക്കപ്പ് ഉണ്ട്. എന്നിട്ട് നമ്മളെ ഹാലോങ് ബേയിലേക്ക് കൊണ്ടുപോകും. ഏകദേശം ഒരു 2.5 മണിക്കൂറോളം നമുക്ക് യാത്രയുണ്ട്. വഴിയിൽ ഈ പേൾ മ്യൂസിയം വിസിറ്റ് എല്ലാ ഹാലോങ് ബേ ട്രിപ്പുകാരും കൊണ്ടുപോകുന്നതാണ്. ഈ പേൾ ഫാക്ടറിയാണ് കേട്ടോ ഇത്. പേൾസിനെ ഈ പേൾ ഓയിസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതെന്നും പിന്നെ ആ പേൾസിൻ്റെ ഷെല്ലുകൾ കൊണ്ടുണ്ടാക്കുന്ന കുറേ ഹാൻഡിക്രാഫ്റ്റ്സും പിന്നെ കുറേ ഓർണമെൻറ്റ്സും പിന്നെ അതിൻ്റെ ഈ സാധനങ്ങൾ അതിൻ്റെ ഈ കോട്ടിങ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഹെർബൽ ഷാംപൂസ് പിന്നെ ബ്യൂട്ടി പ്രോഡക്ട്സ് കുറേ കോസ്മെറ്റിക്സ് എല്ലാ സാധനങ്ങളും അവിടെ സെയിലും ഉണ്ട്, എക്സിബിഷനും ഉണ്ട്. ഇതെങ്ങനെയാണ് ഈ പേൾ ഓയിസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് പേൾ എടുക്കുന്നതെന്നൊക്കെ അവർ ഫുള്ള് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരും. ഒരു ക്ലിപ്പൊക്കെ വെച്ച് അതിൻ്റെ വായൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല വൈറ്റ് കളറുള്ള പേളുകൾ അവർ സെപ്പറേറ്റ് ചെയ്തെടുക്കും. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ കോട്ടിങ്ങും ഒക്കെ അവർ പല പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഫുള്ള് നമുക്ക് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരും ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒരു എൻട്രൻസ് ഫീ ഒന്നുമില്ല. അവരുടെ ഒരു സെയിലും എക്സിബിഷനും കൂടിയാണ്. എല്ലാ ഹാലോങ് ബേക്ക് പോകുന്ന ബസ്സുകളും ഒരു ഹാഫ് ആൻ അവർ ഇവിടെ നിർത്തിയിടും. എന്നിട്ട് ഇവർ ഫുള്ള് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് തരും. പിന്നെ അതിൻ്റെ പ്രോഡക്ട്സിൻ്റെയൊക്കെ സെയിലുണ്ട്. വേണ്ടവർക്കൊക്കെ വാങ്ങാം, വേണ്ടാത്തവർക്ക് വെറുതെ കണ്ടിട്ട് പോരുകയും ചെയ്യാം. എന്നാലും ആദ്യമായിട്ടാണ് ഒരു പേൾ ഓയിസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് പേൾ എടുക്കുന്നതൊക്കെ കാണുന്നത്. നല്ല ഭംഗിയുള്ള വൈറ്റ് പേൾസ് ഇങ്ങനെ എടുക്കുന്നതും. ഹൈദരാബാദിലൊക്കെ പോകുമ്പോൾ നമുക്ക് പേൾസൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റും. പേൾസ് കൊണ്ടുണ്ടാക്കിയ പ്രോഡക്ട്സും കാണാൻ പറ്റും. പക്ഷേ ഈ പേൾ ഓയിസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് പേൾ എടുക്കുന്നതൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇങ്ങനെ ഒരു പേൾ ഫാക്ടറി വിസിറ്റ് ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവരിങ്ങനെ കുറേ ആൾക്കാർ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ പേൾസ് നമുക്ക് നോക്കാനും ചെക്ക് ചെയ്യാനൊക്കെ നമ്മുടെ കയ്യിലൊക്കെ എല്ലാവരും തരും. അങ്ങനെ എല്ലാവർക്കും ഡൗട്ട്സൊക്കെ അവർ ഫുള്ള് ക്ലിയർ ചെയ്ത് ഫുള്ള് കാണിച്ച് തന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ. പിന്നെ നമ്മൾ അതുകൊണ്ടുണ്ടാക്കിയ ഹാൻഡിക്രാഫ്റ്റ്സാണിത്. ആ പേൾസിൻ്റെ ഉള്ളിലത്തെ ഒരു ഗ്ലിസനിങ് ആയിട്ടുള്ളൊരു കോട്ടിങ് ഉണ്ടല്ലോ, ആ കോട്ടിങ് കൊണ്ടുണ്ടാക്കിയ കുറേ ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ട്. പിന്നെ കുറേ ട്രേസും കുറേ സാധനങ്ങൾ. പിന്നെ ആ പേൾസ് കൊണ്ടുണ്ടാക്കിയ കുറേ ഓർണമെൻറ്റ്സ്, മാലകളും മോതിരങ്ങളും ബ്രേസ്ലെറ്റുകളും അങ്ങനെ ഒരുപാട് ഓർണമെൻറ്റ്സ് ഉണ്ട്. ഒക്കെ നല്ല ഒറിജിനൽ പേൾസ് ആയതുകൊണ്ട് നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ സാധനം. നമ്മളെ നല്ല 2500 ഒക്കെ ഉണ്ട്. ചെറിയ റിങ്ങുകൾക്കും ഈ ഒരൊറ്റ പേൾ വെച്ചിട്ടുള്ള മാലകൾക്കൊക്കെ ഇന്ത്യൻ റുപ്പി നോക്കുകയാണെങ്കിൽ ഒരു 1000 to 2000 ഒക്കെയാണ് റേറ്റ്. ഒരുപാട് പേൾസ് വെച്ച് വലിയ മാലകൾക്കൊക്കെ 10,000 ഒക്കെ റേറ്റ് ഉണ്ട്. നല്ല കോസ്റ്റ്ലിയാണ്. അതെല്ലാം കാണാൻ നല്ല അടിപൊളിയായിരുന്നു. കാണാൻ പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നും കൊടുക്കും വേണ്ടല്ലോ. ഈ പേൾസിനൊക്കെ ഇവർ പല കളറും കൊടുക്കുന്നുണ്ട്. കാരണം വൈറ്റ് മാത്രമല്ല കേട്ടോ, ബ്രൗൺ ഉണ്ട്, ഒരു ആഷ് കളർ ഉണ്ട്, അങ്ങനെ പല പല കളേഴ്സും ഉണ്ട്. കളർ ആഡ് ചെയ്യുന്ന കളേഴ്സൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഹെർബൽ പ്രോഡക്ട്സ്, അതുകൊണ്ടുണ്ടാക്കിയ കുറേ ഷാമ്പൂ, കോസ്മെറ്റിക്സ്. ഇത് പിന്നെ ഹണി ബീനെ വളർത്താൻ വേണ്ടിയിട്ട് ഈ പോളൻ ഗ്രെയിൻസ് ആർട്ടിഫിഷ്യലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആ ചെസ്നട്ടിൻ്റെ പോളൻ ഗ്രെയിൻസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഹണി. അതൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. എന്നാലും അങ്ങനെ കുറേ പ്രീമിയം ആയിട്ടുള്ള കുറേ പ്രോഡക്ട്സും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വെറുതെ കണ്ട് നടക്കാൻ തന്നെ നല്ല രസം കേട്ടോ. ഇതൊന്നും ഇപ്പം ഇങ്ങോട്ട് വാങ്ങിയിട്ടില്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ, വെറുതെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ നടക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ആൾക്കാരുണ്ടാവും അങ്ങനെ ഫുള്ള് ഇങ്ങനെ ഷോപ്പിങ്ങിന് വാങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിലും ഫുള്ള് ഇങ്ങനെ നടന്ന് കാണാനും കാണാത്ത പ്രോഡക്റ്റ്സൊക്കെ ഇങ്ങനെ കാണാനും ഒക്കെ തന്നെ ഒരു രസമല്ലേ. അങ്ങനെ അപ്പോൾ പേൾ ഫാക്ടറി ഫുള്ള് അതിൻ്റെ ഉള്ളിൽ കൂടിയുള്ള കുറേ കോസ്മെറ്റിക്സും അതിലുള്ള പേൾസ് കൊണ്ടുള്ള ഓർണമെൻറ്റ്സും അങ്ങനെ എല്ലാതും കണ്ട് നടന്നു കേട്ടോ. പിന്നെ കുറേ നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ്സൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഈ പെന്നൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ കോട്ടിങ് വെച്ചിട്ടുള്ളതാണ്. ഒരു ഗ്ലിസനിങ് ഒക്കെ ഉണ്ട്. ഇന്ത്യൻ റുപ്പി 1000 ഒക്കെയാണ് ആ പെന്നിനൊക്കെ വില വരുന്നത്. പിന്നെ കുറേ പേൾസിൻ്റെ ഈ വലിയ മാലയൊക്കെ നിറയെ പേൾസുള്ള മാലയ്ക്കൊക്കെ നല്ല വിലയാണ്. അവരുടെ ലാക്സിലൊക്കെ ഉള്ള വിലകളാണ്. അതായത് നമ്മുടെ തന്നെ ഒരു 10,000 20,000 30,000 ഒക്കെ വരുന്നുണ്ട് വലുതിനൊക്കെ ഇന്ത്യൻ റുപ്പിയിൽ. ബ്രേസ്ലെറ്റ്സ് ഒന്നും അത്ര കോസ്റ്റ്ലി അല്ല, എന്നാലും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ കണ്ട് നടക്കാൻ. അതിൽ കളറിട്ട പല പല കളേഴ്സിലുള്ള പേൾസ്. പിന്നെ പേളല്ലാതെ തന്നെ അതിൻ്റെ ഷെല്ലിൻ്റെ കോട്ടിങ് കൊണ്ടുള്ള കുറേ ഓർണമെൻറ്റ്സും അതിൻ്റെ ആ ഷെല്ല് കൊണ്ടുള്ള ലോക്കറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏതായാലും ഇതൊക്കെ കണ്ട് ഫുള്ള് കറങ്ങി നടന്നു. ആ 1 hour ഫുൾ എൻജോയ് ചെയ്തു. ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ലെങ്കിലും. ഇത് അതിൻ്റെ ആ ക്രിസ്റ്റൽസ് ആ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ തിളങ്ങുന്ന ഒരു കോട്ടിങ് ഉണ്ടല്ലോ, പേൾ ഓയിസ്റ്ററിൻ്റെ ഷെല്ലിൻ്റെ ഉള്ളിലത്തെ, അത് വെച്ചിട്ടുള്ള പെയിൻറ്റിങ്സും പിന്നെ വീട്ടിനുള്ളിലൊക്കെ തൂക്കാൻ പറ്റിയ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. പിന്നെ കുറേ ഇൻറ്റീരിയർ ഡെക്കറേഷന് പറ്റിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ക്രൂയിസ് കയറുന്ന സ്ഥലത്തെത്തി. ഹാലോങ് ബേ ക്രൂയിസ് എൻട്രി ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഒരു അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ അവർ നല്ല ആഡംബരമായിട്ട് കുറേ പാട്ടും മ്യൂസിക്കും ഒക്കെ ആയിട്ട് നമ്മളെ വെൽക്കം ചെയ്തൊരു സ്പീഡ് ബോട്ടിലേക്ക് കയറ്റും കേട്ടോ. ആ സ്പീഡ് ബോട്ടിലൂടെ നമ്മളൊരു 10-15 മിനിറ്റ് പോയിട്ടാണ് നമ്മൾ ആ ഷിപ്പിലേക്ക് ക്രൂയിസിന് കയറുക. ആ ഈ വെയിറ്റിംഗ് ഏരിയ തന്നെ നല്ല ഭംഗിയാണ്. കുറേ പെയിൻറ്റിങ്സ് ഒക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളവർ എൻ്റർ ചെയ്യാൻ ഉള്ള സമയമായപ്പോൾ നമ്മളോടൊക്കെ നടക്കാൻ പറഞ്ഞു. അങ്ങനെ കുറേ മ്യൂസിക്കൊക്കെ വെച്ച് കുറേ ഈ പുലിക്കളിയൊക്കെ പോലെ പുലിക്കളിയും കുറേ ചെണ്ടയും മേളവും വാദ്യമേളമൊക്കെ ആയിട്ട് നമ്മളെ വെൽക്കം ചെയ്തു. അങ്ങനെ നമ്മളൊരു സ്പീഡ് ബോട്ടിലേക്കാണ് ഫസ്റ്റ് കയറ്റിയത്. എല്ലാവരും സേഫ്റ്റി മെഷേഴ്സൊക്കെ നന്നായി നോക്കുന്നുണ്ട്. എല്ലാവരോടും ലൈഫ് ജാക്കറ്റൊക്കെ ഇടാൻ പറഞ്ഞു. അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ആ സ്പീഡ് ബോട്ടിലിരുന്ന് ഒരു 15 മിനിറ്റോളം പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഷിപ്പിലെത്തി. ഈ പുലിക്കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ അതുകൊണ്ട് ഭയങ്കര ത്രിൽഡാവും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ.
അങ്ങനെ പുലിക്കളിയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ആ സ്പീഡ് ബോട്ടിലേക്ക് കയറി കേട്ടോ. ഒരു 10-15 മിനിറ്റ് കടലിലൂടെ നല്ല കാറ്റൊക്കെ കൊണ്ട് യാത്ര ചെയ്തപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ക്രൂസ് ഷിപ്പിലേക്ക് എത്തി. ലേ ജേണി എന്ന് പറഞ്ഞ ക്രൂസായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പെർ ഹെഡ് 10,000 ആണ് കേട്ടോ. ഒരു 2 day 1 night ഫുഡൊക്കെ ഇൻക്ലൂഡിങ് ആയിട്ടുള്ളത്. ഈ ക്രൂയിസ് ബുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു നൈറ്റ് ഉള്ളതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്ക് സൺസെറ്റും പിന്നെ സൺറൈസും ഒക്കെ കാണാൻ പറ്റും. പിന്നെ മോർണിംഗിൽ അവരുടേതായ ഒരു യോഗയൊക്കെ പോലുള്ളൊരു എക്സസൈസ് ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരു ഏർലി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഒരു 6:30-ക്കൊക്കെ. അത് കഴിഞ്ഞൊരു ബീച്ചിലേക്കുള്ള വിസിറ്റും, ആ ബീച്ചിലേക്ക് ടിപ്പ് ടോപ്പ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് വിസിറ്റ് ഉണ്ട്. അങ്ങനെ ടീ ടോപ്പ് ഐലൻഡ് നമുക്ക് സ്വിം ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം ഒരു നൈറ്റ് ഫുള്ള് താമസിച്ചിട്ട് പിറ്റേ ദിവസം ഒരു 11 മണിയാകുമ്പോഴാണ് നമ്മൾ ചെക്ക് ഔട്ട് ഉണ്ടാവുക. ഇതവരെ നമ്മൾ ആ ഷിപ്പിലേക്ക് എത്തുമ്പോൾ അവരെങ്ങനെ അവരുടെ ആ ക്രൂ ഫുള്ള് നമ്മളങ്ങനെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. എല്ലാവരെയും വെൽക്കം ചെയ്ത് വെൽക്കം ഡ്രിങ്കൊക്കെ തന്നുകൊണ്ടാണ് ഒരു ഡൈനിങ് ഹാളിലേക്കാണ് കേട്ടോ ഫസ്റ്റ് നമ്മളെ കയറ്റിയിരുത്തുന്നത്. പിന്നെ അവിടെ ഇരുന്നൊരു വെൽക്കം ഡ്രിങ്കൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമുക്ക് റൂമൊക്കെ അലോട്ട് ചെയ്യാം. പിന്നെ അവരെന്തൊക്കെയുള്ളതെന്നുള്ള ഐറ്റിനറിയൊക്കെ ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലും നമ്മൾ എവിടേക്ക് പോകുക എന്നുള്ളതൊക്കെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതൊക്കെ ചെന്ന ഉടനെ ഇരുന്നിട്ട് ഒരു ഡൈനിങ് ഹാളാണിത്. കയറുമ്പോൾ തന്നെയുള്ള നല്ലൊരു ആംബിയൻസുള്ള ചുറ്റും കടലൊക്കെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാം. പിന്നെ ഡിന്നറൊക്കെ ഡെക്കിൻ്റെ മുകളിലായിരുന്നു. അത് നല്ല കാറ്റൊക്കെയാണ്. ഈ ചെന്നുള്ള ലഞ്ച് മാത്രം നമുക്ക് ഈ ഡൈനിങ് ഹാളിലായിരുന്നു. അത് ഈസിയാണ്, എന്നാലും നമുക്ക് ഫുള്ള് കടൽ കാണാൻ പറ്റും. ഫുൾ സൈഡൊക്കെ ഗ്ലാസ് ആയതുകൊണ്ട്. അപ്പോൾ ബാക്കി ക്രൂസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. ഗുഡ് ബൈ.